ദൈവത്തിൻ്റെ വിശുദ്ധിയ നാമം വാഴ്ത്തുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിലെ ഞാൻ എല്ലാവരെയും സ്നേഹവന്ദനമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളതാണ്. ഈ വീഡിയോവിലെ നിങ്ങളെ നോക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ ദിവസത്തിലെ നിങ്ങളോട് പകരേൽക്കുന്ന വചനഭാഗം എന്നവെങ്കിൽ എബ്രായരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം. പ്രതികാരം എനിക്കുള്ളതാണ്, ഞാൻ പകരം വിടും എന്നും കർത്താവ് എന്നും അരുളി ചെയ്തവനെ നാം അറിയുവനല്ലോ. ദൈവം നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യാം. നമുക്ക് ഒന്നും ജോലിയല്ല. നാം ഈ വചനം പറയരുത് പോലെ നാം മറ്റവരെ പ്രതികാരം ചെയ്യാമോ, അല്ല അത് നല്ലതാണോ തെറ്റതാണോ എന്നുള്ള ഒരു വചനത്തോട് കൂടി നാം നോക്കിയെടുക്കുന്നു. ബൈബിൾ നമുക്ക് എന്നെ പറയരുത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 44-ാമത്തെ വചനം നമുക്ക് നോക്കി തരണ കാര്യം എന്നവെങ്കിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ബൈബിൾ പറയരുത് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നമ്മളെ ഉപദ്രവപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രതികാരം ചെയ്യരുത് മനുഷ്യരുടെ വേലയല്ല, അത് കർത്താവിൻ്റെ വേല. പ്രതികാരം ദൈവത്തിലുള്ളത്. മനുഷ്യൻ എന്നെ ചെയ്യണം. മനുഷ്യർക്ക് മനുഷ്യർ സ്നേഹത്തോടു കൂടി അവർ എന്നെ നമുക്ക് വേണ്ടിയിട്ട് ദ്രോഹങ്ങൾ ചെയ്താലും, അല്ല നമുക്കെതിരായിട്ട് എന്നെ വാക്ക് പറഞ്ഞാലും, നമുക്കെതിരായിട്ട് എന്താ കാര്യം ചെയ്താലും, കർത്താവ് നമുക്ക് പറയരുത് 770 സമയം നാം ക്ഷമിക്കണം. അപ്പോൾ ക്ഷമിക്കണ മനസ്സ് നമുക്ക് വേണം. അതുമാത്രമല്ല, നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവം. നാം ആരാധിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു സ്നേഹവും ദീർഘക്ഷമയുമുള്ള ദൈവം, ക്ഷമിക്കുന്ന ദൈവം. അപ്പോൾ നാം മറ്റവരെ ക്ഷമിക്കാം. മറ്റു കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളാം. പ്രതികാരം ചെയ്യരുതും ചെയ്യാതെ പോകരുതും അത് കർത്താവിൻ്റെ കാര്യമായിട്ട് ഇരിക്കുന്നതാൽ, നമ്മുടെ ദൈവത്തിൻ്റെ കാര്യമായിട്ട് ഇരിക്കുന്നതാൽ നാം മற்றവർക്ക് വേണ്ടി ഈ പ്രതികാരം ചെയ്യ വേണ്ടി ഒരു പ്ലാനും ചെയ്യ വേണ്ട. നാം കർത്താവിൻ്റെ സന്നിധിയിലെ നാം മற்றവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്തിട്ട്, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്തിട്ട് അവരെ ക്ഷമിക്കാം. കർത്താവ് എല്ലാം നോക്കിക്കൊള്ളും. ഈ തിരുവചനം ഭാഗം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.